നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഒതുങ്ങുന്ന കൈവിലങ്ങ. കൊട്ടിയൂർ പീഡന കേസിൽ വൈദികനെ സഹായിച്ച ഫാദർ തോമസ് തേരകത്തിന്റെയും സിസ്റ്റർ ബെറ്റിയുടെയും അറസ്റ്റ് ഇന്നുണ്ടാകും. CWC ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇരുവരെയും കേസിൽ ഇന്ന് പ്രതി ചേർക്കും. പുതുക്കിയ പ്രതിപട്ടിക കോടതിയിൽ സമർപ്പിച്ചാലുടൻ അറസ്റ്റെന്ന് സൂചന. വയനാട് ജില്ലാ ശിശുക്ഷേമ സമിതി അധ്യക്ഷനായിരുന്ന ഫാദർ തേരകത്തെയും സമിതി അംഗം സിസ്റ്റർ ബെറ്റിയെയും പുറത്താക്കി സർക്കാർ ഉത്തരവ് പുറത്തുവന്നത് ഇന്നലെ വൈകിട്ട്. 16-കാരിയെ ഗർഭിണിയാക്കിയ വൈദികനെ രക്ഷപ്പെടുത്താൻ ഇരുവരും കൂട്ടുനിന്നതായി തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി. വയനാട് CWC സർക്കാർ പിരിച്ചുവിട്ടു. അതേസമയം കേസിൽ കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 4 പേർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. സംഭവം വിവാദമായതിനെ തുടർന്ന് ഒളിവിൽ പോയ ഇവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതം. സഭയിലെ ഉന്നതരുടെ സഹായത്തോടെ ഇവർ സംസ്ഥാനം വിട്ടതായും റിപ്പോർട്ട്. അതിനിടെ വയനാട്ടിൽ ഓർഫനേജ് സ്കൂളിലെ 7 പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ 6 പേർ പോലീസ് കസ്റ്റഡിയിൽ. വിദ്യാർത്ഥിനികളെ പ്രലോഭിപ്പിച്ച് പീഡനത്തിനിരയാക്കിയത് സ്കൂളിന് സമീപമുള്ള കട കേന്ദ്രീകരിച്ച്. സംഭവത്തിൽ സമീപവാസികളായ കൂടുതൽ പേർ ഉൾപ്പെട്ടതായും സൂചന. ഓർക്കാപ്പുറത്തെ തിരിച്ചടി. പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് TP സെൻകുമാറിനെ മാറ്റിയ നടപടിയിൽ സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ടത് കനത്ത തിരിച്ചടി. പോലീസ് സേനയിലെ നിയമനവും സ്ഥലമാറ്റവും തികച്ചും വ്യക്തിനിഷ്ഠമായതായി കോടതി വിമർശനം. സെൻകുമാർ വിഷയത്തിൽ സർക്കാരിനും DGP ലോക്നാഥ് ബെഹ്റയ്ക്കും നോട്ടീസ്. സ്ഥാനമാറ്റത്തിൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്ന സർക്കാർ നടപടി കോടതി പരിശോധിക്കും. സെൻകുമാറിന്റെ വീഴ്ചകൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടിയെന്ന സർക്കാർ വിശദീകരണത്തിനും വിമർശനം. വാർത്തകൾ നോക്കി നടപടിയെടുത്താൽ പോലീസ് സേനയിൽ ആരെങ്കിലും ബാക്കി കാണുമോ എന്നും കോടതി. സുപ്രീം കോടതി പരിഗണിക്കുന്നത് DGP സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയ നടപടി ശരിവെച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സെൻകുമാർ സമർപ്പിച്ച ഹർജി. വിരമിക്കാൻ 4 മാസം മാത്രം ബാക്കിയുള്ളതിനാൽ ഹർജി വേഗത്തിൽ തീർപ്പാക്കണമെന്ന അപേക്ഷ കോടതി സ്വീകരിച്ചു. ഹർജി 27-ന് വീണ്ടും പരിഗണിക്കും. വരൾച്ചയുടെ രാഷ്ട്രീയം. സംസ്ഥാനത്ത് വരൾച്ചയിൽ കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി. വരൾച്ച ഇടതുമുന്നണിയുടെ കുറ്റമാണോ എന്ന് വിമർശനം ഉന്നയിക്കുന്നവർ ആലോചിക്കണം. എല്ലാത്തിനും ഉത്തരവാദിത്വം LDF-ൽ ചുമത്തുന്നത് ശരിയല്ലെന്നും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ആവശ്യത്തിന് മറുപടിയായി പിണറായി വിജയൻ. അംഗത്തിന് അവസാന രംഗം. രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് നാളെ അവസാന ഘട്ടം. വോട്ടെടുപ്പ് ഉത്തർപ്രദേശിലെ 40 മണ്ഡലങ്ങളിലേക്കും മണിപ്പൂരിലെ 22 സീറ്റുകളിലേക്കും. 2 സംസ്ഥാനങ്ങളിലും നിശബ്ദ പ്രചരണത്തിൽ സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് പൂർത്തിയായ 5 സംസ്ഥാനങ്ങളിലും ശനിയാഴ്ച വോട്ടെണ്ണൽ. പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾക്ക് വഴിയൊരുക്കിയ തിരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് കഴിഞ്ഞ മാസം 4-ന്. ഉത്തർപ്രദേശിനും മണിപ്പൂരിനും പുറമെ ജനവിധി തേടുന്ന പഞ്ചാബിലും ഗോവയിലും ഉത്തരാഖണ്ഡിലും തിരഞ്ഞെടുപ്പ് പൂർത്തിയായത് ഒറ്റഘട്ടമായി. ദേശീയ പാർട്ടികൾക്ക് പുറമെ തിരഞ്ഞെടുപ്പ് ഫലം സമാജ്വാദി പാർട്ടി, ആം ആദ്മി, അകാലിദൾ എന്നിവയ്ക്കും നിർണായകം. വരാനിരിക്കുന്ന രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിലും നിർണായക സ്വാധീനം ചെലുത്തുന്ന UP ഫലം BJPക്ക് അഭിമാന വിഷയം. പഞ്ചാബ് തിരികെ പിടിക്കുമെന്ന കോൺഗ്രസ് പ്രതീക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തി ആം ആദ്മി. യാത്രാവിലക്കിൽ തിരുത്ത്. അമേരിക്കൻ യാത്രാവിലക്കിൽ നിന്ന് ഇറാഖിനെ ഒഴിവാക്കി ട്രംപിന്റെ പുതിയ കുടിയേറ്റ നയം. പുതിയ ഉത്തരവ് 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജനുവരി 27-ന് ഏർപ്പെടുത്തിയ വിലക്ക് ഫെഡറൽ കോടതി മരവിപ്പിച്ച സാഹചര്യത്തിൽ പുതിയ ഉത്തരവ് ഈ മാസം 16-ന് നിലവിൽ വരുമെന്ന് വൈറ്റ് ഹൌസ് വക്താവ്. ഇറാഖിന് പുറമെ നേരത്തെ അമേരിക്ക യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് ഇറാൻ, സിറിയ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക്. എന്നാൽ സ്ഥിരതാമസത്തിന് ഗ്രീൻ കാർഡ് ഉള്ളവർക്കും ഇതിനകം വിസ ലഭിച്ചവർക്കും വിലക്ക് ബാധകമാകില്ല. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.